ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വഴുതനങ്ങ മസാലയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. ആദ്യം തന്നെ വഴുതനങ്ങ മസാലയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുള്ളത്, ഇതുപോലത്തെ ചെറിയ ചെറിയ വഴുതനങ്ങ, പിന്നെ 2 സവാള ചെറുതായിട്ടരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില, തക്കാളി, 1 തക്കാളി ആണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വഴുതനങ്ങ ഇതുപോലെ എടുക്കണം. തണ്ട് മുഴുവനായിട്ട് എടുക്കണ്ട, ഇതുപോലെ മുള്ളു മാത്രം എടുത്താൽ മതി. ഇതുപോലെ ചെയ്യണം. അത് കഴിഞ്ഞ് അത് നാലാക്കി മുറിക്കണം. ഇതുപോലെ 4ആക്കി മുറിക്കണം. അതുപോലെ തന്നെ എല്ലാ വഴുതനങ്ങയും ചെയ്യണം. ഇതുപോലെ തന്നെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് മസാല റെഡിയാക്കാം. ഞാനിവിടെ 2 സവാള ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ തക്കാളി ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. തക്കാളി സവാളയും ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മല്ലിപ്പൊടി 1 സ്പൂൺ, അതേപോലെ തന്നെ കായം 1/2 സ്പൂൺ, ഗരം മസാല 1 സ്പൂൺ, അതേപോലെ തന്നെ മുളക് പൊടി എരിവിനനുസരിച്ച് ഞാനിവിടെ 2.5 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് കുറച്ച് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യുക. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യുക, മല്ലിയിലയും ഉപ്പും. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം കപ്പലണ്ടി പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഞാനിവിടെ 3 സ്പൂൺ കപ്പലണ്ടി പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഫ്രൈ ചെയ്ത കപ്പലണ്ടിയാണ്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉണ്ടാക്കിയ മസാല വഴുതനങ്ങ മുറിച്ച് വെച്ചില്ല, അതിനകത്ത് കുറച്ചായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓരോന്നിലും നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ വഴുതനങ്ങയിലും ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലാ വഴുതനങ്ങയിലും നമ്മൾ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി മസാലയുണ്ട്, അത് നമുക്ക് കറിയിൽ ആഡ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഒരു പാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം ഓയിൽ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ 1 സ്പൂൺ ജീരകം
ആഡ് ചെയ്യുക. ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ മസാല ഫില്ല് ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങ ഓരോന്നായിട്ട് ആഡ് ചെയ്യുക. വഴുതനങ്ങ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വന്ന മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ലേശം 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓരോ വഴുതനങ്ങയുടെ വേവിനനുസരിച്ച് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം അടച്ച് വെച്ച് നല്ലോണം വേവിക്കുക. വഴുതനങ്ങ നല്ലോണം വെന്ത് വരുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ എണ്ണ പൊങ്ങി വരണം. നമ്മൾ വഴുതനങ്ങ വെന്ത് കഴിയുമ്പോൾ തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്യുക. ഞാനിവിടെ 1/2 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ മസാല റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ അഭിപ്രായം പറയണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.